ഹായ് ഫ്രണ്ട്സ്, സബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ജൂലൈ മാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 31ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ മിസ്റ്ററി ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഹണ്ടിങ് വൈഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. വിജയ് LLB എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. 2017 റിലീസ് ചെയ്ത സിനിമയാണ്. എ ക്യൂർ ഫോർ വെൽനെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഹൊറർ ഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ജിൻ ദ പെറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ടിൻ സോൾജർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കെണ്ട എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് സംശയം എന്ന് പറഞ്ഞ സിനിമ. ഷറഫുദ്ദീനും വിനയ് ഫോട്ടോ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ഒരു മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. ഹൊറർ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഹാൻസം ഗൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി കൊറിയൻ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ക്യാമ്പസ് ഡയറീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ VS അച്യുതാനന്ദനൊക്കെ ചെറിയൊരു വേഷം ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കാന്തൻ എന്ന് പറഞ്ഞ സിനിമ. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. എ നോർമൽ വുമൺ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബൈസിക്കിൾ ഡേയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സുനിൽ ഷെട്ടിയും ജാക്കി ഷ്രോഫൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സീരീസാണ്. ഒരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഹിന്ദി സീരീസാണ്. 100 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. MX പ്ലെയറിലാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ദക്ഷ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. കോമഡി റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. എടകയ്യെ അപകടക്കെ കാരണം സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫാന്റസി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് ബൈ ഷോസിലായിട്ടാണ് 2 ഓപ്ഷനിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും സൺനെക്സ്റ്റിലും അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലായിട്ട് 3 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. മണ്ഡല മർഡേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പാരിജാത പർവ്വം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലും ആഹാ തമിഴിലാണ് ഈ സിനിമ ആഹാ തെലുങ്കിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. രംഗി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. സർസാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പൃഥ്വിരാജും കാജലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഷോർട്ട് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. എക്സ് ആൻഡ് വൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു കൊറിയൻ ഡ്രാമയാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. കൊറിയൻ ഡ്രാമ സീരീസാണ്. ട്രിഗർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൊറിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് തന്നെയാണ്. ദ സസ്പെക്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. ദ പ്ലോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലും ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലായിട്ട് കൊറിയൻ, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ദ ജഡ്ജ്മെന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും ബുക്ക് ബൈ ഷോസിലായിട്ടാണ് ഈ സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് തെലുങ്ക് മൂവിയാണ്. സോളോ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത്
ഒരു ഡ്രാമ കോമഡി മാത്രമാണ് സീരീസാണ്. ദ വിന്നിംഗ് ട്രൈ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് വിദ്യ വാസുല അഹം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലും ആഹാ തെലുങ്കിലായിട്ടാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ജൂലൈ മാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.